എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചെയ്യുന്നത് ബോണ്ട സൂപ്പാണ്. ഇതൊരു ട്രഡീഷണൽ കർണാടക റെസിപ്പിയാണ്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമ്മൾ 2 തരം പരിപ്പാണ് ഉപയോഗിക്കുന്നത്. ചെറുപയർ പരിപ്പും ഉഴുന്നുപരിപ്പും. ഉഴുന്നുപരിപ്പ് നമുക്ക് ബോണ്ട ഉണ്ടാക്കാനാണ്. അത് നമ്മൾ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കണം. പിന്നെ വേണ്ടത് നമുക്ക് ചെറുപയർ പരിപ്പാണ്. അത് നമുക്ക് ദാൽ ഉണ്ടാക്കാനാണ്, അതായത് സൂപ്പ് ഉണ്ടാക്കാൻ. അതും ഞാനിപ്പോൾ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്. ഇനി നമുക്ക് ബാക്കി ഐറ്റംസ് നോക്കാം. ഇവിടെ 2 പ്ലേറ്റിൽ ഞാൻ ഒന്നിൽ ബോണ്ടയ്ക്കുള്ള ഐറ്റംസും ഒന്ന് സൂപ്പിനുള്ള ഐറ്റംസുമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഇത് ബോണ്ടയ്ക്കുള്ള ഐറ്റംസാണ്. ബോണ്ട എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ ബോണ്ടയല്ല, ഇത് ഉഴുന്നുവടയാണ് സത്യത്തിൽ ഉണ്ടാക്കുന്നത്. പക്ഷേ ഷേപ്പ് ബോണ്ടയുടെ ഷേപ്പിലാണെന്ന് മാത്രം. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ: ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, കരിവേപ്പില, കുരുമുളക്, ഉപ്പ്, സവാള. ഇത് സൂപ്പിനുള്ള ഐറ്റംസാണ്. അതായത് സൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നത് ദാൽ തന്നെയാണ്. തക്കാളി ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക്, കുറച്ച് ജീരകം, കുറച്ച് ഇഞ്ചി, അതും ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിയില, കായം. ഇത്രയും കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സൂപ്പിനുള്ള ദാൽ വേവിക്കാൻ വയ്ക്കാം. ഞാൻ കുക്കറിലാണ് പരിപ്പ് വേവിക്കുന്നത്. പരിപ്പും വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒരു 4-5 വിസിൽ അടിച്ചിട്ടുണ്ട്. അത് ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പാണ്. നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടണം, ഉടഞ്ഞ് കിട്ടണം. ഇനി നമുക്ക് ഉഴുന്നുപരിപ്പ് അരച്ചെടുക്കാം. അധികം വെള്ളം ചേർക്കാൻ പാടില്ല. നമ്മൾ ഉഴുന്നുവടയ്ക്ക് അരയ്ക്കുന്ന പോലെ തന്നെ നല്ല കട്ടിയിൽ അരച്ചെടുക്കണം. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, കുരുമുളക്, സവാള, ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇതിൽ ഞാൻ സവാള ചേർത്തിട്ടുണ്ട്. സാധാരണ ബോണ്ട സൂപ്പിൽ ബോണ്ട ഉണ്ടാക്കുമ്പോൾ സവാള ചേർക്കാറില്ല, പകരം നാളികേര കൊത്താണ് ചേർക്കാറ്. പക്ഷേ എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പകരം സവാള ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇഷ്ടം വെച്ചാൽ അതുമാതിരി ചേർക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കണം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം. പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സൂപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിക്കാം. എണ്ണ വളരെ കുറച്ച് മതി. എണ്ണ ചൂടായി, നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം നന്നായിട്ട് പൊട്ടി വരണം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക്, ഇഞ്ചിയും കൂടി ചേർക്കാം. അതൊന്ന് ഇളക്കിയ ശേഷം തക്കാളി കൂടി ചേർക്കാം. തക്കാളി കൂടി ചേർത്തു. ഈ തക്കാളി നന്നായിട്ട് വെന്ത് വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ദാൽ ഇതിലേക്ക് ചേർക്കാം. ഇത് നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ എത്ര ലിക്വിഡായിട്ട് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. കായംപൊടി അല്പം ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കണം. നമ്മൾ പരിപ്പ് ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ലൂസായിട്ടാണ് നമുക്ക് വേണ്ടത്. ഇനി നന്നായിട്ട് തിളച്ച് വരണം. ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില കൂടി ചേർക്കാം. മല്ലിയില ചേർത്ത ശേഷം നമുക്കൊന്നുകൂടി തിളപ്പിക്കാം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോണ്ട ഉണ്ടാക്കാം. ബോണ്ട ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് വേണം, കാരണം നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ചൂടാവുമ്പോൾ നമുക്ക് ഓരോ ബോണ്ടാസ് ഇട്ട് കൊടുക്കാം.
എണ്ണ നന്നായിട്ട് ചൂടായി. ഇനി നമുക്ക് ഓരോ ബോണ്ടാസായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ല ഷേപ്പിൽ, ബോണ്ടേൻ്റെ ഷേപ്പിൽ നല്ല റൗണ്ടായിട്ട് കിട്ടണമെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് മാവ് നല്ല ഉരുട്ടിയെടുത്താൽ മതി. ഇവിടെ ഞാനൊരു കറക്റ്റ് ഷേപ്പിലൊന്നുമല്ല ചെയ്യുന്നത്, ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാം ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ. ഒരു സൈഡാകുമ്പോൾ അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് അടുത്ത സൈഡും കൂടി മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡ് നന്നായിട്ട് ആയിട്ട് വരണം. നന്നായിട്ട് കളറൊക്കെ മാറി വരാൻ തുടങ്ങി. ഇപ്പോൾ നമ്മളുടെ ബോണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കോരി മാറ്റാം. ബോണ്ടകളൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് സെർവ് ചെയ്യാൻ നോക്കാം. നമുക്കൊരു ബൗളിൽ 2 ബോണ്ടകൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച സൂപ്പ് ഒഴിച്ചു കൊടുക്കാം. ബോണ്ട നന്നായിട്ട് സൂപ്പിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. ദാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസാക്കാം. ഞാൻ ഇവിടെ കുറച്ച് കട്ടിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല വെള്ളമായിട്ട് വേണമെങ്കിൽ വെച്ചാൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് തിളപ്പിച്ചാൽ. ഇത് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് ഈവനിങ്ങിൽ കൊടുക്കാൻ പറ്റും. അവർ കളിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ കൊടുത്താൽ അവരുടെ വയറ് നന്നായിട്ട് നിറയുന്നൊരു റെസിപ്പിയാണ്. അങ്ങനെ നമ്മളുടെ ബോണ്ട സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. പുതിയ റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.